അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ എന്ത് ചെയ്യുമെന്നോ അതൊന്നും പറഞ്ഞു വരാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് 9 വർഷം ഭരണം നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന വഴിയിലൊക്കെ തന്നെ പോലീസ് സംഘം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ വീടിന് മുന്നിൽ റിനിയുടെ പോസ്റ്റിന്റെ താഴെ റിനി നടന്നങ്ങ് കമന്റ് കൊടുക്കുവാണല്ലോ. ഉത്തരവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു 7000 ലൈക്ക് വന്നിട്ടുണ്ട്. ഈ വട്ടം അതിൽ കൂടുതൽ വേണം. ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ് ചെയ്യാൻ. നമ്മൾ 1 ലാഖിലോട്ട് അടുത്തിട്ടുണ്ട്. ഇപ്പം 10-20 ഈ ഷൂട്ടിന് സമയത്ത് ഒരു 20 സബും കൂടെ ഉള്ളൂ. സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. ചാനൽ 1 ലാഖ് ആക്കി തരിക. നമുക്ക് ഇതിന്റെ വീഡിയോയിലോട്ട് പോകാം. രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് മുൻകൂർ ജാമ്യം എന്ന് പറയാം. ഓക്കെ, എന്തായാലും വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ, ഞാൻ അടുത്തില്ലേ. ഓക്കെ, എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഹെൽമെറ്റിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഹെൽമെറ്റ് ഇല്ലാതെ അങ്ങ് പാഞ്ഞ് നടക്കും. അവൻ ആരെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെയുള്ള രീതിയിലാണ്. ഓക്കെ, നമുക്ക് ന്യൂസിലോട്ട് പോകുന്ന മുമ്പ് എനിക്കൊരു സീൻ ഓർമ്മ വന്നു. നമ്മുടെ ലൂസിഫർ പടം കണ്ടു കാണുമായിരിക്കും. അതിനകത്ത് ഡിലീറ്റ് ചെയ്തൊരു സീനുണ്ട്. ആ സീൻ അങ്ങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് തരാം. എന്തായി സാർ, എന്തെങ്കിലും കിട്ടിയോ? ഇത്രയും ദൂരം വന്നതല്ലേ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് വല്ല പെറ്റിയോ മറ്റോ? പോങ്ക സാർ. എനിക്ക് പെട്ടെന്ന് ഈ ഒരു സീൻ ഓർമ്മ വന്നത്. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പോലീസ് ഈ പറയുന്ന രാഹുലിന്റെ തൊട്ട് പുറയാനുണ്ടായിരുന്നു രാഹുലിനെ വിരട്ടിക്കാണുവോ, അങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. പോലീസ് പുറയാനുണ്ടായാലും ഇപ്പൊ എന്താണ്, അവർ തന്നെ ചിലപ്പോൾ കണ്ണടച്ചെന്ന് വിടുമായിരിക്കും. എന്തായാലും നമ്മുടെ പിണുവിന്റെ പോലീസുകാരല്ലേ, എവിടം വരെ പോകാനാ. പിന്നെ എൻ്റെ പൊന്നു, നമ്മുടെ പാട്ട് വൈറലായതോടെ തന്നെ ഇവന്മാർ അടപ്പ് തെറിച്ചു. സ്വർണത്തിന്റെ അതെല്ലാവരും ഒന്ന് മറന്നെന്ന് കരുതിയത്. ഞാൻ വിചാരിച്ചു മലയാളികൾ മറക്കുമെന്ന് കരുതിയത്. പക്ഷെ അയ്യപ്പൻ അതങ്ങ് കാത്തു. ഓക്കെ, നമ്മുടെ റിനി ചേച്ചി അറിയാലോ, റിനിയെ ഞാൻ പറയാതെ തന്നെ അറിയാലോ. എല്ലാ കമന്റിന്റെയും എല്ലാം പുള്ളിയുടെ പോസ്റ്റിന്റെ താഴെ എല്ലാം അങ്ങ് നിരത്തി അങ്ങ് കമന്റ് കൊടുക്കുക. ഇടുന്ന ആൾക്കാർക്ക് എല്ലാം അങ്ങ് തെറിയാഭിഷേകം നടത്തുകയാണ് റിനി ജോർജ്. അവിടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് രാവിലത്തെ ന്യൂസ് ഒന്ന് കാണാം. അമ്പലത്തിൽ പോക്ക്. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ അടൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്കൂട്ടറിൽ പോയ രാഹുലിന് പിന്നാലെ പോലീസ് സംഘവും പാഞ്ഞു. ഹാജരാകാൻ അന്വേഷണ സംഘം ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നും ഇന്ന് തന്നെ പാലക്കാടിന് പോകുമെന്നും രാഹുൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി വിനു മോഹനൻ ചേരുന്നു. വിനു, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കൂട്ടറിൽ പോകുന്ന ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. രാഹുൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായോ? എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവിടെ കണ്ട നീക്കം? റാഷിദ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രകൾക്ക് പിന്നാലെ പോലീസുണ്ട്. നിരീക്ഷണ വലയത്തിൽ തന്നെ ആയിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന വഴിയിലൊക്കെ തന്നെ പോലീസ് സംഘം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ വീടിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. രാവിലെയും ഉണ്ട്. ഇതിനിടയിലാണ് സ്കൂട്ടറിൽ രാഹുൽ പുറത്തേക്ക് പോയത്. തൊട്ടു പിന്നാലെ പോലീസും പാഞ്ഞെങ്കിലും ആദ്യം കണ്ടെത്താനായില്ല. ക്ഷേത്ര ദർശനത്തിന് പോയ ശേഷം അദ്ദേഹം തിരിച്ച് ഇവിടെ എത്തിയ ഔദ്യോഗികമായി, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇന്ന് തന്നെ പാലക്കാടിന് പോകും എന്നുള്ളതാണ് പറഞ്ഞത്. ഒപ്പം തന്നെ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇതുവരെ അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരുന്നു, പക്ഷേ അറിയിക്കാമെന്നുള്ളൊരു മറുപടി മാത്രമാണ് കിട്ടിയത്. എന്തായാലും ഇവിടെ ഒരു പോലീസ് സന്നാഹമുണ്ട്. ഇപ്പോൾ അടൂർ DYSP അടക്കമുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നുണ്ട്. നേരത്തെ മഫ്തിയിലുള്ള പോലീസ് സംഘമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുൻപാണ് ഇവിടുന്ന് DYSP അടക്കമുള്ളവർ എത്തിച്ചേർന്നത്. ഏതെങ്കിലും കാരണവശാൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യം റദ്ദാക്കിയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പോലീസ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ പാലക്കാടിന് മടങ്ങുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ, അതായത് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങും. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. റാഷിദ്, ഒന്നും മനസ്സിലാക്കാനല്ല, ഇത് രാവിലത്തെ ന്യൂസാണ്. വൈകിട്ടത്തെ ന്യൂസ് ഞാൻ വെച്ച് തരാം. വൈകിട്ടത്തിലെ കുറച്ച് മുമ്പ് വന്നൊരു ന്യൂസാണ്. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. എന്തായാലും എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യാഴാഴ്ചയിലോട്ട് മാറ്റുകയും ചെയ്തല്ലോ. വെക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതുവരെ അറസ്റ്റിനുള്ള വിലക്ക് തുടരുകയും ചെയ്യും. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി.
രണ്ട് കേസുകളിലെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമതെടുത്ത കേസിന്റെ കാര്യത്തിൽ അത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിന്റെ കാര്യത്തിലാണ് അതിൽ വിശദവാദം കേൾക്കും എന്നതായിരുന്നു ഇന്നത്തെ നടപടിക്രമം. ഷാ കേസും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രണ്ടാമത്തെ കേസ് സർക്കാർ നൽകിയ അപ്പീലാണ്. മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ്. അത് ക്രിസ്മസ് അവധിക്ക് ശേഷം മാറ്റുമ്പോൾ ഈ ആദ്യത്തെ കേസിൽ ഇന്ന് വിശദവാദമില്ല. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, അപ്പോൾ അറസ്റ്റിനുള്ള വിലക്കും തുടരും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്നിപ്പോൾ അല്പസമയമാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇതിൽ നേരത്തെ തന്നെ കോടതി നോട്ട് ടു അറസ്റ്റ് പറഞ്ഞിരുന്നു. ഇതിൽ ഇന്ന് വിശദമായ വാദം നടക്കേണ്ടതായിരുന്നു. കോടതി പക്ഷേ അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് ന്യൂസും കാര്യങ്ങളും ഒക്കെ. എന്തായാലും അദ്ദേഹത്തിന് ഇനി വ്യാഴാഴ്ച വരെ വെയിറ്റ് ചെയ്യാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താലും ഒരു വിഷയം ഉണ്ടാവത്തില്ല. കാരണം അടുത്ത വട്ടം ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ സ്വതന്ത്രമായിട്ട് നിന്നാൽ പോലും നല്ല ഭൂരിപക്ഷത്തോടെ പുള്ളി ജയിക്കും. അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മുടെ റിനി ചേച്ചിയുടെ ഒരു പോസ്റ്റ് നമ്മുടെ വി ഡി സതീശനുമായിട്ടുള്ള, അപ്പൊ അതിന്റെ താഴെ ഒരുപാട് റിനിക്കെതിരെ കമന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. പാർട്ടിക്കിട്ട് പണിതിട്ട് ആ പാർട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഇടാൻ നാണമുണ്ടോ നിനക്ക്? ഒരാൾ ചോദിച്ചു. സത്യമാണ്. കാരണം ഇപ്പോൾ ഏത് സാധനം ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ടോ അതിനെ ഏറ്റുപിടിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് റിനി. അപ്പൊ റിനി അതിനൊരു മറുപടി കൊടുത്ത്, ഞാനൊരു പാർട്ടിയിലും എതിര് പറഞ്ഞിട്ടില്ല. എന്നെ ശല്യം ചെയ്ത ഒരു നേതാവിനെ എതിരെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നേതാവിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും കൂടി വിളിച്ച് പറയാതെ തന്നെയാണ് ഇവിടെ കോലാഹലങ്ങളെല്ലാം കൊണ്ട് എത്തിച്ചത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം അങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫ്രണ്ടാന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതിനൊന്നും ഉത്തരവില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം. ഓക്കെ, എന്തായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്ത്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട്. അത് മതി, അദ്ദേഹത്തിന് അത് മതി. ആരും അദ്ദേഹത്തിനെ തള്ളി പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഇന്നത്തെ കേസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വരാം. ബൈ, ലവ് യു ഓൾ. ഉണ്ടല്ലോ, അതെങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നും പറഞ്ഞുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ നടക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമായ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ 9 വർഷം എന്തൊക്കെ ചെയ്തെന്നോ ജനങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നോ അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നും ഒരു ചാനലുകാരും തയ്യാറാകുന്നില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ് കയറ് പൊട്ടിച്ച് നടക്കുന്ന ഈ രാഷ്ട്രീയക്കാരടുത്തും പിന്നെ ഈ പറയുന്ന ചാനലുകാരടുത്തും പറയാനുള്ളതേ, അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ എന്ത് ചെയ്യുമെന്നോ അതൊന്നും പറഞ്ഞു വരാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് 9 വർഷം ഭരണം നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ് കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പൊ എന്തായി? ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾ പൊട്ടന്മാരല്ലെന്നുള്ള കാര്യം ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന അത്രയും ഭൂരിപക്ഷത്തിൽ ഓരോ പഞ്ചായത്തുകളിലും ഓരോ സ്ഥലങ്ങളിലും കോൺഗ്രസിനെയൊക്കെ അത്രയും കാര്യമായിട്ട് വിജയിപ്പിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കണം. പിന്നെ ഈ റിനി എന്ന് പറയുന്ന റിനിയോ അവളുടെ പേരെന്തായിരുന്നു? റിനി ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വി ഡി സതീശനെ പൊക്കിയെടുത്ത്. ഈ പറയുന്ന റിനി നാളെ കോൺഗ്രസ്സുകാരുടെ പാർട്ടി അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആളുടെ കൂടെ വിളിച്ചാലും ഇറങ്ങി പോകുന്ന അതുപോലത്തെ ഒരു സാധനം. അവർക്ക് ഡിവൈഎഫ്ഐക്കാര് പൊതിച്ചോറുമായിട്ട് അവിടെ കാവല് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവക്ക് എന്നിട്ടും വി ഡി സതീശന്റെ സപ്പോർട്ടിന് വേണ്ടി വി ഡി സതീശനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പരവൂര് നിൽക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ പൊട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവള് ഈ പറയുന്ന കേസ് വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ വരുന്നു. എന്നിട്ട് നിലപാടിന്റെ കാര്യമൊക്കെ വലുതായിട്ട് പൊക്കി പറഞ്ഞ റിനി എന്താണ് ആ നിലപാട് ഉറച്ചു നിൽക്കാഞ്ഞ്? അതായത് പറഞ്ഞ ആൾക്കാരെയും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ലാസ്റ്റ് അവര് പോയി കേസ് സ്വന്തമായിട്ട് കൊടുക്കുമായിരുന്നല്ലോ ചെയ്തത്. അപ്പം സ്ത്രീകൾക്ക് വേണ്ടി ഇവള് സംസാരിക്കുന്നൊക്കെ പറയുന്ന വെറും നാടകീയമായ കാര്യങ്ങളാണ്. കാരണം അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുഭാവിയായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഇപ്പം വേറെ പീഡന കാര്യങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സ്ത്രീമതി അവിടെ കണ്ടില്ലായിരുന്നു. അവർക്കിപ്പോ നീതി വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രം നീതി മതി അല്ലേ? അപ്പം ഈ പറയുന്ന വ്യക്തി റിനി എന്ന് പറയുന്ന വ്യക്തി ഒരു കഴിവില്ലാത്ത, അതായത് ഒരു കഴിവും ഇല്ല, എന്തൊക്കെ കാണിച്ചു വെച്ച് എങ്ങനെയും കുറച്ച് റീച്ച് ആവുക എന്നുള്ള ചിന്താഗതിക്കകത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ശബരിമലയിലെ സ്വർണം കട്ടതും ആ കാര്യങ്ങളും മറ്റും മറയ്ക്കാൻ വേണ്ടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കൊട പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ തന്നെ അവരുടെയൊക്കെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാണം കെട്ടു പോകുന്ന രീതിയിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. എന്നാൽ അതൊന്നും ബാക്കിയുള്ള ചില മാധ്യമങ്ങളും പുറത്തു വിടുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പല തരികട പരിപാടികളും കാണിക്കുന്ന ആൾക്കാര് ഈ കേരളത്തിൽ, അതായത് കേരളത്തിൽ 9 കൊല്ലം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടിയെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അത് എന്ത് കിട്ടി? ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു
പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു തലപ്പത്തുള്ള ഒരാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു 2000 രൂപ വീതം പെൻഷൻ തന്നിട്ട് അത് മേടിച്ച് നക്കിയെന്ന് പറഞ്ഞ് ഒരു ആവശ്യമില്ലാത്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇല്ലെങ്കിൽ പാർട്ടി ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല ജനങ്ങൾക്കുള്ള പെൻഷൻ. അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ ഓരോരുത്തന്മാരൊക്കെ. അല്ലാതെ നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ പറയായിരുന്നു. അതേ സമയത്ത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പറയുന്ന പെൻഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പൊ നിനക്കൊന്നും അത് പറയാനുള്ള ഒരു അവകാശവുമില്ല. ഇപ്പൊ എല്ലാം പണം കൂട്ടി കൊടുത്തു എന്ന് പറയായിരുന്നു. അതേ സമയത്ത് അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളുടെ അടിമകളാണ് ഇവിടെയുള്ള ജനങ്ങള്? അല്ലല്ലോ. അപ്പം ഇനി കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവുണ്ട്. അത് നിങ്ങൾ എണ്ണി എണ്ണി നോക്കിക്കോ. ഇനി നിങ്ങൾ എത്ര കൂട്ടി കുറച്ച് നോക്കിയാലും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണെങ്കിലും ഈ വരുന്ന നിയമസഭ കഴിഞ്ഞാലും ഈ പറയുന്ന അടുത്ത ഇലക്ഷനുകളിലും കയറാൻ പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും. ഇനി ജനങ്ങളെല്ലാം വിധി എഴുതി കഴിഞ്ഞു. മനസ്സിലായില്ലേ?